അല്ല മക്കളെ, എന്ത് പരിപാടിയാണിത്? അതാ ഞാൻ ആലോചിക്കുന്നത്. എന്ത് പരിപാടിയാണിത്? വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. ഇതിനെയാണെങ്കിൽ പൊക്കി അടിക്കാൻ വേണ്ടിയിട്ട് കുറേ ടീമുകൾ ഇവിടെ. ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല, ആറ്റുകാൽ പൊങ്കാല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്ക് നടന്ന കൊല്ലത്ത് നടന്ന ചമയവിളക്ക്. അപ്പോൾ ഈ ചമയവിളക്കിൽ ജാസി എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡർ ഉണ്ട്, അവരെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരിങ്ങനെ വീഡിയോ ചെയ്യുന്നത് കണ്ടു. അപ്പോൾ എന്താണ് ഇത് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനും നോക്കി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചമയവിളക്കായാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ആറ്റുകാൽ പൊങ്കാലയായാലും ഒരു തരം ഫാൻസി ഡ്രസ്സ് എന്താണെന്ന് പറയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഭക്തിയോട് കൂടിയിട്ടൊന്നല്ല എല്ലാവരും വരുന്നത്. എല്ലാവരും വരുന്നത് 2ഉം 3ഉം ക്യാമറാമാനും ഒക്കെ ആയിട്ടാണ്. എന്നിട്ട് എന്ന് പറയുന്നത് ഈ യൂട്യൂബിൽ മറ്റേ സോഷ്യൽ മീഡിയയിൽ തുണി അയക്കുന്ന അവൾ മുതൽ മറ്റുള്ള പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പൊങ്കാലേൻ്റെ പേരും പറഞ്ഞിട്ട് അവിടെ വന്നിട്ട് എന്ന് പറഞ്ഞാൽ കോപ്രായങ്ങൾ കാട്ടുകയെന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. കോപ്രായങ്ങൾ ഈ യൂട്യൂബിൽ വന്നിട്ടും മറ്റേ ഇതിൻ്റെ അകത്ത് വന്നിട്ടെന്ന് പറഞ്ഞാൽ യാതൊരു ഉളുപ്പുമില്ലാതെ തുണിയൊരിഞ്ഞ ഒരു സ്ത്രീ ഉണ്ട്, എന്തോ ഒരു നമ്പീര അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. ആ സ്ത്രീ വന്നിട്ടും പൊങ്കാലി ഇടുന്നുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചമയ വിളക്കെടുക്കാൻ വരുന്നവർ ഇവരൊക്കെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരെയും ഞാൻ പറയുന്നില്ല, എല്ലാവരെയും നല്ല ഭക്തിയിൽ വന്നിട്ട് പൊങ്കാല ഇട്ടിട്ട് പോകുന്ന നിരവധി ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ചമയ വിളക്ക് നല്ല രീതിയിൽ എടുക്കുന്ന ഒരുപാട് അങ്കനമാർ ഒരുപാടുണ്ട്. പക്ഷേ ചില ടീമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്രായം കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു 4ഉം 5ഉം ക്യാമറാമാന്മാരെ കൊണ്ടുവരിക, എന്നിട്ട് അവിടെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാക്കുക. അതെന്നിട്ട് എനിക്ക് ഇങ്ങനെ ചെയ്തു, എന്നെ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു വിവാദമാക്കുക. ആ വിവാദത്തിൽ എന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്താ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു മൈലേജ് കിട്ടും. അതിനു വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ മുതൽ ഞാൻ കേൾക്കുന്നതാണ് ഈ ജാസി എന്ന് പറയുന്ന ഒരു ദുബായിലൊക്കെ ഇല്ല, അതായത് ആദ്യം ഒരു ആൺകുട്ടിയായിരുന്നു എന്ന് പറയുന്നത്, ഇപ്പോഴെന്ന് പറഞ്ഞ സ്ത്രീയാണ്, ഇപ്പോൾ ട്രാൻസ്ജെൻഡർ ആണെന്നാണ് പറയുന്നത്. ആ ഒരു സ്ത്രീക്ക് ഉണ്ടായ ഒരു അനുഭവം, അതായത് അവിടെ സദാചാര കമ്മിറ്റിക്കാർ ഇവരെ പലതും പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അവിടെ ഒരുപാട് പേര് വരുന്നതാണ്. അവർക്ക് ആർക്കും ഇങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അവിടെ ഒരു നാട്ടുകാർ പോലും ആരോടും മോശമായിട്ട് പെരുമാറിയിട്ടില്ല. പക്ഷേ ഈ ജാസിയോട് മാത്രം എന്തിനാണ് നാട്ടുകാർ പെരുമാറിയത്? അത് മാത്രവുമല്ല, ഈ ഒരു സംഭവം നടക്കുമ്പോഴും 3ഉം 4ഉം ക്യാമറ എങ്ങനെയാണ് അവിടെ കൃത്യമായിട്ട് എത്തിയത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് കുറച്ചെങ്കിലും നമ്മൾ ഈ അരിയാഹാരമാണ് കഴിക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാകും ഇതൊരു തരം തട്ടിപ്പാണ്. അതായത് ഈ ഒരു കൃഷ്ണഭക്തി ഉണ്ടായിരുന്നല്ലോ, ഈ കൃഷ്ണഭക്ത ഗുരുവായൂർ അന്ന് കാണിച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ്, അഷ്ടമി രോഹിണിയായിന്ന്. അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണഭക്ത 2 ക്യാമറയുമായിട്ട് വന്നിട്ട് ഒരു പാവപ്പെട്ട അമ്മയെ, അതായത് ആ അമ്മ അഷ്ടമി രോഹിണിക്ക് കൃത്യമായിട്ട് വ്രതമെടുത്തിട്ട് അവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന അമ്മയെ ഈ താത്തയുണ്ടല്ലോ, അതായത് കൃഷ്ണഭക്ത എന്ന് പറയുന്ന താത്ത, ഈ താത്തയും ഗുണ്ടകളും വന്നിട്ട് അവിടുന്ന് അവരെ ചീത്ത പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതായത് ഈ അമ്മക്കൊന്നും പറയാൻ പറ്റിയിട്ടില്ല, കാരണം ഇവർ 4 ക്യാമറയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ആലോചിച്ച് നോക്കണം. അതുപോലെ തന്നെയാണ് ഈ ജാസി എന്ന് പറയുന്ന സ്ത്രീയും. അവർ ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടാൽ നമുക്കറിയാം ഇതൊരു തട്ടിപ്പാണ്. അവരെ ആരും ഒന്നും പറഞ്ഞിട്ടും ഉണ്ടാവില്ല, ഒന്നും ചെയ്തിട്ടും ഉണ്ടാവില്ല. ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നിമിഷം ഇങ്ങനെ 4-5 ക്യാമറ ഇങ്ങനെ വന്നു. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി മൈലേജ് കിട്ടും. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പോഴീ ആറ്റുകാൽ പൊങ്കാലയായാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി ഈ ചമയവിളക്കായാലും ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഇതൊരു ഫോട്ടോഷൂട്ട് പോലെ, അതായത് ഭക്തിയായിട്ട് വരുന്നവർക്ക് പോലും അരോചകത ഉണ്ടാകുന്ന രീതിയിൽ ഒരു ഫോട്ടോഷൂട്ടാണ് അവിടെ നടക്കുന്നത്. പല തരത്തിലുള്ള ഫോട്ടോഷൂട്ടുകൾ. എന്നിട്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സമൂഹ മാധ്യമങ്ങൾ വഴി ഇങ്ങനെ അത് കാണാനും കുറേ ആൾക്കാർ, കമൻ്റ് ഇടാനും കുറേ ആൾക്കാർ. ഞാൻ പറഞ്ഞില്ലേ ഈ നമ്പ്യാരി എന്ന് പറയുന്ന ഈ സ്ത്രീ ഉണ്ടല്ലോ, ഒരു 3ഓ 4ഓ ക്യാമറയുണ്ട്. അവരിങ്ങനെ നടന്നു പോകുന്നത് ഒരു ക്യാമറ, വെള്ളം എടുക്കുന്നതൊന്ന്, അതുപോലെ ചട്ടി കഴുകുന്നതൊന്ന്, പൊങ്കാലി ഇടുന്നതൊന്ന്, എന്നെ പൊങ്കാലി ഇടല്ലേ എന്ന് പറഞ്ഞിട്ടൊരു ക്യാപ്ഷൻ. ഇങ്ങനെയൊക്കെ ആയിട്ട് 5 മിനിറ്റ് കൂടുമ്പോഴേ ഇവരുടെ ഇങ്ങനെ ഇതാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിപ്പീനെ മാത്രം സഹിച്ചാൽ മതിയായിരുന്നു. ഈ ചിപ്പീന് അതുപോലെ തന്നെ സീമാജി നായരും ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ മാത്രം സഹിച്ചാൽ മതിയായിരുന്നു. ഇപ്പോഴും എന്ന് പറഞ്ഞാൽ പുതിയ അവതാരങ്ങളാണ് ഓരോ പ്രാവശ്യവും തന്നെ ഉടലെടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ചിപ്പിയെ ഞാൻ മോശം പറയുന്നില്ല കേട്ടാ, പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ പൊങ്കാലക്കെന്ന് പറഞ്ഞാൽ ചിപ്പി ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചിപ്പിയെ മാത്രമേ അന്ന് കാണിക്കാറുള്ളൂ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോഴിതൊരു പ്രഹസനമാക്കിയിട്ട് കുറേ ടീമുകൾ ഒരു ഭക്തിയും ഇല്ലാതെ വന്നിട്ട് ഇങ്ങനെ അങ്ങ് പൊങ്കാലിടുക. അപ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട് ഈ ആറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പങ്കെടുക്കാം, അതിനെന്ന് പറഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, അതൊരു ഭക്തി വേണ്ടേ?
അതായത് ഇതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൊയമ്പ് നോറ്റിരുന്ന് വന്ന് പൊങ്കാലിടുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരില്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്കണം. അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ. അതാണ് ഞാൻ പറയുന്നത്, ഇമാതിരി കോപ്രായങ്ങൾ നിർത്തേണ്ട സമയം കഴിഞ്ഞു. എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാമറയും കൊണ്ടുവരുന്ന എല്ലാവരെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒഴിവാക്കണം. അതാണ് വേണ്ടത്. ഈ ക്യാമറയും കൊണ്ട് വന്നിട്ട് ഈ പേക്കൂത്ത് കിട്ടുന്ന ടീമുകളുണ്ട്, ഇവരെ ഒഴിവാക്കണമായിരുന്നു. അതാണ് വേണ്ടത്. അല്ലാതെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷോ പോലെ ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയേണ്ടത്, ഇന്നലെ ഒരുത്തൻ പറയുന്നത് കേട്ടു, ജാസിയെ കുറ്റം പറയുന്ന അമ്മാവന്മാർ അല്ലെങ്കിൽ അമ്മായിമാർ 90 വണ്ടി കിട്ടാത്തവർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അവിടെ എന്തിനാണ് പോയത്? അവിടെ പോയത് ചമയ വിളക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് എടുക്കുക, തിരിച്ചു വരിക. അല്ലാതെ അവിടെ കിടന്നിട്ട് നിങ്ങളുടെ ഫോട്ടോഷൂട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ഈ പിന്നെ ഭാവഭേദ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മത്സരവേദി അല്ലാതെ അതെന്ന് പറയുന്നത് ഒരു ഫാഷൻ പരേഡോ അല്ലെങ്കിൽ വേറെ ഒന്നുമല്ല. അവിടെ ഭക്തിയോട് കൂടിയിട്ടാണ് ഇത് മുൻകാലങ്ങളിലൊക്കെ ചെയ്തു വരുന്നത്. ഇപ്പോഴിത് കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു പറഞ്ഞ് ഇതൊരു ഫോട്ടോ ഷൂട്ട് പരമ്പരയാക്കി വിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 2-3 വർഷത്തിന് ഉള്ളിലാണ് നമ്മൾ ഇതൊക്കെ കാണുന്നത്. ഈ എനിക്ക് തോന്നുന്നത് കൊല്ലം കൊറ്റിക്കുളങ്ങര എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിലാണ്. അവിടെ ഈ അങ്കര മാറി ചമയ വിളക്ക് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്നതാണ്. അതിലൊക്കെ എന്ന് പറഞ്ഞാൽ ചില സമയത്തൊക്കെ തന്നെ ടി വിയിലോ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേപ്പറിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വാർത്ത വരും, അത്രയേ ഉള്ളൂ. ഇപ്പോഴതല്ല. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും വൈറലാകണം, എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആൾ അറിയണം. അപ്പോൾ 4 ആൾ അറിഞ്ഞാലും പോരാ, അതിൽ കുറച്ചും കൂടി ഈ മസാല ചേർത്തിട്ട് എന്തെങ്കിലും ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഇമ്മാതിരി തോന്നിയവാസങ്ങൾ ചെയ്യുന്നത്. എന്താ വെച്ചാൽ നാട്ടുകാർ വന്നിട്ട് എന്നെ ചോദ്യം ചെയ്തു, സദാചാര കമ്മിറ്റിക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ വന്നിട്ട് തള്ളി മറിക്കുകയാണ്. ഞാൻ ഇതുകൊണ്ടാണ് പറയുന്നത്, ഇപ്പോഴും നമ്മൾ അമ്പലങ്ങൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മാതിരി കോപ്രായങ്ങൾ കെട്ടാനുള്ളൊരു സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരിക്കലും അംഗീകരിക്കരുത്. കാരണം എന്താ വെച്ചാൽ അത് പവിത്രമായ സ്ഥലമാണ്. ഈ അമ്പലമായാലും അതുപോലെ ചർച്ച ആയിക്കഴിഞ്ഞാലും മസ്ജിദ് ആയിക്കഴിഞ്ഞാലും വിശ്വാസമുള്ളവർ പോകട്ടെ, വിശ്വാസമുള്ളവർ പോയിട്ട് പ്രാർത്ഥിക്കട്ടെ. അല്ലാതെ അവിടെ കിടന്നിട്ട് എന്താ പറയുക റീൽസ് എടുക്കാനും പിന്നെ എന്ന് പറഞ്ഞാൽ വീഡിയോ ചെയ്യാനുമുള്ള ഒരു ഇതാക്കി തീർക്കരുത്. അത് അങ്ങനെ ആവുമ്പോഴാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെ കാര്യം പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാസിയെ മാത്രമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ജാസി അവിടെ ഓവറായിട്ട് ഇത് കളിച്ചത് കൊണ്ടാണ് ജാസിയുടെ പേര് വന്നത്. ഇന്നലെ ഇപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 10-30 ആൾക്കാരാണ് ഈ ഒരു സംഭവത്തിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത്. അതായത് ജാസി പാവമാണ്, ജാസിയോട് എനിക്ക് വിരോധമുണ്ട്, പക്ഷേ ഈ കാര്യത്തിൽ ഞാൻ ജാസിയോട് കൂടെ നിൽക്കുന്നു. അതുപോലെ തന്നെ ജാസി ചെയ്തതാണ് ശരി, പിന്നെ മറ്റുള്ളവർ പിന്നെ അമ്മാവന്മാരാണ്, അവർ സദാചാര കമ്മിറ്റിക്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകൾ ഞാൻ കണ്ടു, ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടു. ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക, അതായത് അതൊരു അമ്പലമാണ്. ആ അമ്പലത്തിനെ അമ്പലമായിട്ട് കാണുക. അതൊരു വലിയൊരു എന്താ പറയുക ഒരുപാട് പിന്നെ എന്താ പറയുക വിശ്വാസത്തോട് കൂടിയിട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ നിങ്ങൾ കളിയാക്കരുത്, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇമ്മാതിരി കോലം കെട്ടി വന്നിട്ട് അവരെ കളിയാക്കരുത്. അവിടെ നിങ്ങൾക്ക് പോകണമെങ്കിൽ പിന്നെ നിങ്ങൾ പോകുന്നിടത്തൊക്കെ ഈ ക്യാമറമാന്മാരെ കൂട്ടിയിട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ തൊഴുതാൽ പോരെ. അത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണലല്ലേ. അതെന്തിനാണ് ഈ 40 ആൾക്കാരെ ഇങ്ങനെ കാണിക്കുന്നത് ഈ ഷൂട്ട് ചെയ്തിട്ട്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് കൂടി പൈസ ഉണ്ടാക്കേണ്ട ഒരു പരിപാടിയല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ പൊങ്കാലയായാലും ശരി, അതുപോലെ തന്നെ ഈ ചമയ വിളക്ക് എടുക്കലായാലും ശരി, പിന്നെ എന്ന് പറഞ്ഞാൽ അഷ്ടമി രോഹിണീൻ്റെ ഇതായാലും ശരി, ഒരാൾ പോലും പോയിട്ട് ഇനി അവിടെ കോപ്രായം കാണിക്കാനോ ഇതുപോലെ റീൽ എടുക്കാനോ പാടില്ല. അത് വളരെ മോശം തന്നെയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് അതെനിക്ക് നിർബന്ധമായിട്ടും തരണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അങ്ങ് എഴുതി നിറച്ചോ കിടക്കട്ടായിരുന്നു. എല്ലാവരും കാണട്ടെ. നന്ദി, നമസ്കാരം.